ഹേയ് ഗായ്സ്, ഇന്ന് നെയ്തുൻ്റെ സെക്കൻഡ് സെഷനാണ് റൂട്ട് കനാലിൻ്റെ. അപ്പോൾ നമ്മൾ നേരെ ഞാനും നെയ്തൂസ് നേരെ ക്ലിനിക്കിലേക്ക് വന്നിട്ടുണ്ട്. വന്നതും അവന് തന്നെ ചെരുപ്പ് ഊരണമെന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് സ്വയം ഊരുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മുടെ ക്ലിനിക്കിലൊക്കെ നല്ല ക്രിസ്മസ് വൈബാണ്. ഇവൻ കയറിയതും ടോയ്സിൻ്റെ അടുത്തൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ക്ലിനിക്ക് ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇവൻ ഈ ബലൂണും ടോയ്സൊക്കെ വെച്ച് നല്ല തകൃതിയായ കളിയാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങി. ഇവൻ വലിയ സീനൊന്നും ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് തന്നെ വേഗം കഴിഞ്ഞു. ഇനി 2 വീക്സ് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത സെഷൻ വരുന്നത്. അപ്പോഴത്തേനും നമ്മുടെ മോൻ്റെ പല്ല് ഒരുവിധം സെറ്റാകും. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം പോസ്റ്റായിട്ടോ. എൻ്റെ സിസ്റ്ററും ഉമ്മയും വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങളവിടെ കുറേ അധികം നേരം പോസ്റ്റ് അടിച്ചിരുന്നു. കുറേ അവിടെ നിന്നും നടന്നും ഫോട്ടോ എടുത്തും ഒക്കെ കളിച്ചു. പിന്നെ ഞങ്ങളുടെ കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ്. വഴി കൂടെ പോകുന്നവർ ഇതൊക്കെ കാണുന്നുണ്ടോയെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ സ്നേഹിക്കും. കണ്ടില്ലേ ഗൈസ്, ഒരു ഉമ്മ വെച്ചത് അവൻ ചുണ്ടെടുക്കുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് മുഴുവൻ അവൻ്റെ മുഖത്തുമായി. പോരാത്തതിന് അവൻ്റെ വായിലുള്ള മരുന്നിൻ്റെ ടേസ്റ്റ് മുഴുവൻ ഉണ്ടായിരുന്നു. മണവും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ എന്ത് ചെയ്യാനാണ്, മകനായി പോയില്ലേ, ഇതൊക്കെ സഹിക്കുക അത്ര തന്നെ. കുറച്ചധികം നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ മദറും സിസ്റ്ററും എത്തി. ഞങ്ങൾ നേരെ വേദുവിനെ പിക്ക് ചെയ്യാൻ പോയി. വേദുവിനെ പിക്ക് ചെയ്ത് നേരെ ഞങ്ങൾ ഫുഡ് അടിക്കാനാണ് പോണത്. നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ നമ്മൾ അമ്പിസ്വാമിയുടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ നിന്ന് നല്ല അടിപൊളി സദ്യയാണ് കഴിച്ചത്. പരിപ്പും പപ്പടും ചോറൊക്കെ ആയിട്ട് ആദ്യം കഴിച്ചു. പിന്നെ സാമ്പാറും തോരനും അവിലും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ കഴിച്ചു. നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു. പേഴ്സണലി എനിക്ക് എൻ്റെ മദർ ഇൻ ലോൻ്റെ സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഇത് വന്നിട്ട് ഒരു പൂതിയൊക്കെ തോന്നി. പെട്ടെന്നൊരു സദ്യ കഴിക്കണം തോന്നിയാൽ ഇനി ഇവിടെ വരാം, അത്ര തന്നെ. ഞങ്ങൾ വീട്ടിൽ കൂടുതലും ഇങ്ങനെ ഓണം, വിഷു അങ്ങനെയൊക്കെ ഇതായിട്ട് മാത്രമാണ് ഞങ്ങൾ സദ്യ ഉണ്ടാക്കാറ്. അപ്പോൾ മാത്രമേ ആ സദ്യ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ കഴിക്കാം. നല്ലൊരു സദ്യയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് വയ്യാണ്ടായിട്ടുള്ള ഇരിപ്പാണ് നിങ്ങളാ കണ്ടത്. പിന്നെ ഈ ചെറുക്കന്മാരൊക്കെ പായസം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിച്ച് നേരെ അവിടെ നിന്ന് പാർക്കിൽ പോകണം എന്ന് വാശി പിടിച്ചതേ ഈ മുതലുകളെ ഞങ്ങൾ പാർക്കിലേക്ക് കൊണ്ടുവന്നു. കണ്ടില്ലേ ഓടണം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് കൈയൊന്നും വേണ്ട, അവൻ എന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഓടിപ്പൊക്കോളും. പിന്നെ അങ്ങോട്ട് ഓടലും ഊഞ്ഞാലാട്ടലും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. പിന്നെ നിങ്ങൾക്കറിയാലോ, മക്കൾ പാർക്കിൽ വന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറേ നേരം കഴിഞ്ഞ് നല്ല ടയർഡായപ്പോൾ ഞാനിതാ ഒരു മരത്തിൻ്റെ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ അടിയിൽ വന്നിരുന്നു. സണ്ണാണെങ്കിൽ എന്നെ കിസ്സടിച്ച് കൊല്ലുന്നുണ്ട് ഗൈസ്. പിന്നെ നിങ്ങളൊക്കെ പറക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഗൈസ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ടാറ്റാ.